ഹായ് ഗൈസ്, അപ്പം നമ്മളുള്ളത് സഫാൻ്റെ മോം കെയർ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം നമ്മളിനി 7 days ഇവിടെ ആയിരിക്കും. അപ്പം ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഇത്ത നമ്മൾ ഫുഡും കൊണ്ട് വന്നിട്ടുണ്ട്. ഓണാവുന്നില്ല. അപ്പോൾ അങ്ങനെ സഫു കറണ്ട് പോയി. എ സി ഓണാകുമ്പോൾ കറണ്ട് പോവോ? അപ്പോൾ കറണ്ട് വന്ന് റൂം ഞാൻ കാണിക്കാനാണ് ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ എന്താ പറയുക വന്നത്. നമ്മളിപ്പം ഇങ്ങനെ എൻട്രി കണ്ട് സഫു എന്താ പറയാനുള്ളത്? വന്നപ്പോൾ തന്നെ കയറിയുള്ളൂ. കയറിയപ്പോൾ തന്നെ ലഞ്ച് കിട്ടിയിരിക്കുന്നു. അതിൻ്റെ ഒരു എന്താ പറയുക വിശന്നിരിക്കുന്നതുകൊണ്ട് അതിൻ്റേതായ ഒരു ഹാപ്പി. കാരണം എന്താ വെച്ചെങ്കിൽ ഞാൻ രാവിലെ എണീച്ചു, നല്ല വിശന്നിനി, ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. നേരെ അവിടുന്ന് വണ്ടി കയറി, 2 വണ്ടി കയറേണ്ടി വന്ന്. കാരണം കാറ് ചെറിയൊരു കംപ്ലൈൻ്റ് ആയി. അപ്പോൾ ബസ് കയറി വരേണ്ടി വന്ന് ഗൈസ്. അങ്ങനെ 2 ബസ് കയറിയിട്ടാണ് ഞാൻ ഇവളെ അടുത്തേക്ക് എത്തണത്. അങ്ങനെയല്ല, അവിടെ നിന്ന് ഇവളെ കൂട്ടാൻ വന്നു. എന്നാൽ നേരെ അവിടെ അടുത്തേക്ക് കൂട്ടാൻ വന്നാ പറയാം. എന്ത് ചതിയെത്തിയാ നോക്കി, ഒരു മനസാക്ഷിയില്ല. ബാണങ്ങ് വന്നു. എന്നിട്ട് നോക്കണേ, ഓ പറഞ്ഞത് എന്താ അറിയോ, അവിടുന്ന് ആലുവയിലേക്ക് ബസ് കയറി വാന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ച അവിടെ വരുമായിരിക്കും. എന്നിട്ട് അവിടെ എത്തിയിട്ട് അവിടുന്ന് വേറെ ബസ് കയറി വാണ്. ചൂണ്ടി വഴി നേരെ കയറാം. അത്ര മേലും ഒരു 2 കിലോമീറ്റർ അപ്പുറത്തേക്ക് വന്ന് പിക്ക് ചെയ്യാൻ പറ്റൂല എന്നാണ്. അയ്യോട്ടാ, പിന്നെ വന്നത് മറ്റേ 1000 കിലോമീറ്റർ അപ്പുറമല്ലേ, ഒരു 100 മീറ്റർ വന്നതിനാ ഇങ്ങനെ സംസാരിക്കണോ? നീ ഫസ്റ്റ് പറഞ്ഞ എന്താ? ഞാൻ 17 കിലോമീറ്റർ താണ്ടി ബസ്സും കയറി വന്നതല്ലേ അല്ലേ? അത് എൻ്റെ മോനോട് ഇഷ്ടമുണ്ടായതുകൊണ്ട് മാത്രം. അതന്നെ. അപ്പൊ ഗൈസ്, നമ്മൾ ഇനി റൂമൊന്ന് ചുറ്റും കാണാം. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ എണീച്ച് കാണിച്ചു കൊടുക്കാം. എന്നാ നീ കുഞ്ഞിനെ ഉറക്കിയിട്ട് പാലെല്ലാം കൊടുത്തിട്ട് ഉറക്കിയിട്ട് നമുക്ക് പാല് കൊടുത്ത് ഉറക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഇൻട്രോ കാണാം ഗൈസ്. അതുവരെ ബ്രേക്ക് ഗൈസ്. അങ്ങനെ നമുക്ക് ചോറ് വെച്ചാലാ ഒന്നിച്ച് വയ്ക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കുന്നത്. നല്ല പപ്പടമുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഉപ്പ് കുറച്ചുണ്ട്. ഉപ്പില്ലെങ്കിൽ ഉപ്പിടാൻ, അച്ചാറുണ്ട്, പിന്നെ എന്താ ഉള്ളത്, സാമ്പാറുണ്ട്. ഇതെന്താണ്? ഇതെന്ത് കറിയടി? ഉരുളക്കിഴങ്ങ് കറിയോ? അപ്പം നമുക്ക് മെയിൻ വേണ്ട സാമ്പാർ. അപ്പോൾ ഓക്കെ, തിന്നിട്ട് കാണാം. തുറന്നോ? ഇല്ല, കൂട്ടീനെ കറിയില്ല. എന്താ എൻ്റെ മോനെ കാണിക്കണം? കൊറേ സമയം ഇത് ചുറ്റാൻ, പക്ഷെ ഈ സാധനം ശരിയില്ലാത്താണോന്ന് അറിയില്ല. എങ്ങനെ ചുറ്റിയിട്ടാണ് ഒരു കൺഫേം ആകും. ഈ വാതിലടിച്ച മേലെ നെറ്റ് AC പോണു. കുറച്ച് പാലെടുക്ക്. ചോറ് കഴിക്കട്ടെ. വേഗം. അങ്ങനെ സമയം ഇപ്പം വൈകുന്നേരമായി. സഫു അവളെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചായ വന്നപ്പോഴാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ തോന്നിയത്. അപ്പോൾ ഇനി സഫു വരാൻ ടൈം എടുക്കും. അപ്പോൾ കുഞ്ഞ് എണീച്ച് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ സഫുവിന് സ്പെഷ്യലായിട്ട് പാലൊക്കെ ഉണ്ട്. അങ്ങനെ കൂടുതൽ സമയമൊന്നും എടുത്തില്ല. ഇവാനു പെട്ടെന്ന് തന്നെ എണീച്ചു. അങ്ങനെ ഞാൻ ഇവാനെയും കൂട്ടി നല്ല സ്പോട്ട് എവിടെയുണ്ട് പോകാമെന്ന് അങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ സ്പോട്ടൊക്കെ ഇവിടെ ബോർഡിൽ കണ്ടുകൊണ്ട് ചെക്ക് ചെയ്തതിന് ശേഷം വെറുതെ ഒന്ന് കറങ്ങി.
അങ്ങനെ ഗൈസ് സഫുവിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കുട്ടീനെയും കൊണ്ട് ഒന്നാമത് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ കുട്ടിയുടെ വയറൊക്കെ നിറച്ച് ആയിരിക്കണം പോകേണ്ടത്. അല്ലാണ്ട് ടൈം ആകുമ്പോൾ പാല് കൊടുക്കണോ, ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് പാല് കൊടുക്കണമെന്ന് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ, അതായത് ട്രീറ്റ്മെൻറ്റ് ഇപ്പം 3 മണിക്കാണ് ട്രീറ്റ്മെൻറ്റ് എങ്കിൽ ഒരു 2 മണി മുതലേ ഇടയ്ക്കിടയ്ക്ക് പാല് കൊടുത്തുകൊണ്ടുണ്ട്. ഏകദേശം നല്ലോണം പാല് കൊടുത്ത് ഉറക്കിയിട്ടാണ് നമ്മളെ കൊച്ചുമോനെ ഇങ്ങനെ എടുത്തിപ്പം നടക്കുന്നത്. കാരണം അവൾ പോയിട്ട് ഏകദേശം 1 മണിക്കൂറാവാനായി. 1 മണിക്കൂറായിട്ടില്ല, ആവാൻ പോകണേ ഉള്ളൂ. 1 മണിക്കൂറാവാനായി. അപ്പോൾ ആ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഓൻ ഇടയ്ക്ക് എണീച്ച്, ഒരു വണ്ടി പോയി ഗുഡ്സ്, ആ സമയത്ത് സൗണ്ട് കേട്ടിട്ട് എണീച്ച്. അങ്ങനെ ഓനെ എണീച്ചപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ അതിലേ ഉറങ്ങി. അങ്ങനെ സഫുവിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞപ്പം അത് വരുന്നതിന് മുന്നേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കുട്ടീനെ കുളിപ്പിക്കാനുണ്ട്, കുട്ടീനെ കൊണ്ട് വാങ്ങുന്നു. അങ്ങനെ കുട്ടിയുടെ ഡ്രസ്സൊക്കെ എടുത്ത് ഞാൻ നേരെ അവരുടെ അടുത്തേക്ക് കുളിപ്പിക്കാൻ കൊണ്ടുപോയി. മസാജ് എല്ലാം ചെയ്ത് കുളിച്ചതിൻ്റെ ഇതാണ് കാണിക്കുന്നത്. കണ്ണൊക്കെ ചിഞ്ചരി കുട്ടി കണ്ണത് നല്ല കൊറിയൻ ചെക്കന്മാരായിരുന്നു. പിന്നെ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് തണുപ്പില്ലാത്ത ഫ്രഷ് ജ്യൂസും ടേസ്റ്റ് ഇല്ലാത്ത ജ്യൂസും ഉപ്പിൻ്റെ ജ്യൂസും പിന്നെ അതേപോലെ തന്നെ ടേസ്റ്റ് ഇല്ല. ഇത് കടിച്ചു കഴിഞ്ഞാൽ ഉപ്പിൻ്റെ തീയായിരിക്കും. ഉപ്പിൻ്റെ ഒന്നല്ല, മധുരമുണ്ട്. ഞാൻ ഇങ്ങനെ പറഞ്ഞതല്ലേ. പിന്നെന്താ കപ്പലുണ്ട്. തിന്ന് ഇപ്പം നമുക്കൊരു സ്ഥലം വരെ പോവാണ്ട്, അത് സർപ്രൈസ്. ഇവിടുന്ന് അങ്ങനെ ആരും വിടൂല. നമ്മള് പിന്നെ വലിയ ആൾക്കാരായോണ്ട് അത്രക്കുണ്ട് തല മുട്ട മുകളിലേക്ക് കുടിക്കാൻ ഞാൻ ഇനി പിന്നെ മാറ്റട്ടെ. ചിരിക്കല്ലേ കുടിക്കുമ്പോൾ. ഹായ് ഗൈസ്, അപ്പം നമ്മളങ്ങനെ ട്രീറ്റ്മെന്റിന് പോയ സമയത്ത് അതിൻ്റെ ഇടയിൽ അർജന്റായിട്ട് നമുക്ക് കുറേ ദിവസങ്ങളായി നമ്മളൊരു പുതിയ വണ്ടി ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. കാരണം നമ്മള് സസ്പെൻസ് ആയിട്ട് വെച്ചതാണ്. ഡിലേ ആയിപ്പോയി. കാരണം നമ്മൾ ഉദ്ദേശിച്ച ഡേറ്റിനൊന്നും അല്ലായിരുന്നു ഡെലിവറി കിട്ടിയത്. കാരണം ഇതിന് മുന്നേ ഡെലിവറി കിട്ടേണ്ടതായിരുന്നു. പക്ഷെ നമ്മള് ഒരുപാട് ഈ ട്രീറ്റ്മെന്റ് ഇപ്പം നമ്മൾ ഇന്നത്തെ ഈ ട്രീറ്റ്മെന്റിൽ പോകുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ ഡേറ്റും അതേപോലെ നമ്മൾ കാസർഗോഡ് പോകാനുള്ള പിന്നെ അതേപോലെ പുതിയ വീട് റെന്റിന് എടുക്കാനുള്ള ഒരു കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതും ഈ ഒരു ഡെലിവറിന്റെ കാരണത്താലാണ് ബാക്കിയുള്ള പ്ലാനിങ് ഒക്കെ മുന്നോട്ട് പോവാൻ ഉള്ളൊരു തിങ്കിങ് ഉണ്ടായത്. അതായത് സംഭവം ഇഷ്ടമാ, സംഭവം ഒന്നും മനസ്സിലായിട്ടില്ല ആണോ? അതായത് ഈ ഒരു വണ്ടിന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഈ പ്ലാനിങ് ഒക്കെ ഈ വണ്ടി ഡെലിവറി ചെയ്തിട്ട് വേണം ബാക്കി കാര്യങ്ങൾ നോക്കാൻ എന്നാണ് ഉദ്ദേശിച്ചത് കവി. പക്ഷെ നമ്മള് ഈ വണ്ടി ഡിലേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സംഭവങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്ന്. അതായത് ഇപ്പം നമ്മൾ ഒന്ന് കാസർഗോഡ് പോകുന്നത്, പിന്നെ രണ്ടാമത്തെ കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ട്രീറ്റ്മെന്റിനൊക്കെ മുന്നേ നമ്മൾ പോവാനോ അങ്ങനെയൊക്കെ ഒരു പ്ലാനിങ് ആക്കി. പിന്നെ അതേപോലെ വേറൊരു സ്ഥലങ്ങളിൽ ഒരുപാട് അയ്യോടാ നല്ല തണുക്കൂടി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ചെയ്യാൻ. ഇതിലാണോ പോണ്ടത് വഴി? ഇത് HMT അല്ലേ? ഇതിലെ പോയാൽ നമുക്ക് കുഞ്ചാട്ടറ വഴി കയറാം. അതല്ല, പെട്രോൾ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും അടിക്കാന്നുണ്ടോ? അതന്നെ നമുക്ക് പെട്രോൾ പമ്പിൽ കയറ്റിട്ട് ചോദിച്ചു നോക്കാം, കൂപ്പൺ കാണിച്ച് നോക്കാം. എന്നിട്ട് രാവിലെയെങ്കിലും നമുക്ക് അവിടെ തന്നെ പോവാ. അതിലെ പോണ്ടേന്ന് ഓർത്തിട്ട് ഇവിടുന്ന് വളക്കാലായില്ലെങ്കിൽ പോവാലോ. CNG ഉണ്ട് ഫുള്ള്. ട്രീറ്റ്മെന്റിന്റെ അവിടെ നിന്ന് അവര് ചോദിച്ചു പേഷ്യന്റിന് ഇറങ്ങാൻ പാടില്ല. അപ്പൊ മേന ചോദിച്ച് എന്നിട്ട് കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളെ വീഡിയോ കണ്ടിട്ട് ചില ആൾക്കാർ ഇതേപോലെ അങ്ങനെ നിക്കണ്ട. കാരണം നമ്മള് ഇന്നത്തേത് ഇങ്ങനെ ഒരാൾക്കും ശരിക്കും പോവാൻ പറ്റില്ല. ട്രീറ്റ്മെന്റിന്റെ ഇടയില് ട്രീറ്റ്മെന്റ് കൂടെ നിൽക്കുന്ന ആളും അതേപോലെ തന്നെ ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആൾ ഒരിക്കലും യാതൊരു വശാലും ആ ഒരു ഗേറ്റ് കടന്ന് പുറത്തേക്ക് ട്രീറ്റ്മെന്റ് കഴിയുന്നത് വരെ പുറത്തു പോകാൻ പറ്റൂല.
അഥവാ എമർജൻസി എന്തെങ്കിലും പുറത്തുനിന്ന് ആവശ്യം ഉണ്ടെങ്കിൽ അത് വേറെ ആരോടും പറഞ്ഞു കൊണ്ടുവരാം, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആള് പോവാന്നല്ലാണ്ട് ട്രീറ്റ്മെന്റിന്റെ അവിടെ നിന്ന് വിടൂല അവര്. വിടൂല. ബൈസ്റ്റാൻഡറിന് പോയിട്ട് വരാന്ന് പറഞ്ഞു, അല്ലാതെ പേഷ്യന്റിന് പോവാൻ പാടില്ല എന്ന് പറഞ്ഞു. പേഷ്യന്റ് പോവാൻ പാടില്ല. പക്ഷെ ഇതിപ്പോ നമുക്ക് വണ്ടിന്ന് കിട്ടണോണ്ട് എന്തായാലും പോണം. എന്തായാലും പോണം. എനിക്ക് പോണം. ഇവളെ വാശി കാരണം ഞാൻ ചോദിച്ചു വാങ്ങിയതാണ്. എനിക്ക് വീഡിയോ ഞാൻ മുന്നേ പറഞ്ഞോണ്ടായി, വണ്ടി കിട്ടുമ്പോ നമുക്ക് വീഡിയോ എടുക്കണം, കൊച്ചിനെ കൊണ്ട് കീ വാനിപ്പിക്കണം എന്ന്. അത് ഇവളെ ഒരു ആഗ്രഹം കാരണമാണ് ഞാൻ അവരെ കാല് പിടിച്ചത്. എന്റെ പൊന്നെ. അങ്ങനെ ഞാൻ മാഷാഅല്ലാഹ് അവരെ കാല് പിടിച്ച് പറഞ്ഞപ്പം അവര് മനസ്സോടെ മാഷാഅല്ലാഹ് വിട്ട്. അങ്ങനെ നമ്മൾ അങ്ങനെ ഈ ഡെലിവറി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ഗൈസ്. നല്ല എക്സൈറ്റ്മെന്റ് ആണ്, നല്ല ഹാപ്പി ഉണ്ട്. പക്ഷെ എനിക്ക് ഫോട്ടോയില് ഒരിക്കലും ഞാൻ ചിരിക്കില്ല, കാരണം ഈ പല്ല് രണ്ട് ഭയങ്കര സീനാണ്. അതുകൊണ്ടാ ചിരിക്കാത്തത്. അതെ, ആ ചിരിക്കുമ്പോ ബോറാണ്. ഇൻഷാ അല്ലാഹ് ട്രീറ്റ്മെന്റ് പല്ലിന്റെ കിട്ടി, പക്ഷെ അന്ന് നമ്മള് എല്ലാം ട്രീറ്റ്മെന്റ് കാര്യങ്ങളിലും ചെയ്യാനുള്ള ഒരു പ്ലാനിങ് ഉണ്ട്. അപ്പൊ നമ്മൾ അത് അന്നേരം വീഡിയോ ചെയ്യാം. എല്ലാം വിളമ്പണല്ല. ഇതന്നെ, ഇത് ഞാൻ ഇടും എന്തായാലും. കൊന്തപ്പല്ല് കണ്ട, ഇതാണ് കൊന്തപ്പല്ല്. അതുകൊണ്ടല്ലേ പറഞ്ഞത്. അപ്പൊ നമുക്ക് പല്ല് ഞാൻ അന്ന് പറഞ്ഞത് ലെവല് ചെയ്യാൻ പോവാന്ന്. മേനുവിന്റെ പല്ല് ഫ്രണ്ടില് ഒരു ഒടിവുണ്ട്. ഇതിപ്പോ സെറ്റ് 8000 രൂപ ആണോ? ഇപ്പൊ തൽക്കാലം ഫോണില് ഇല്ലേ ഗൂഗിൾ പേ GPS ഒക്കെ. അല്ല, പാട്ട് കേൾക്കാനാണോ? പാട്ട് ഫോണിൽ വെച്ചാ പോരെ. തൽക്കാലം ഇപ്പൊ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. 24 hours ഓടുന്നതാ. കസ്റ്റമറെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ ഇടക്കിടക്ക് ഇങ്ങനെ നല്ല പാട്ടൊക്കെ വെച്ചു കൊടുക്കണ്ടേ? കസ്റ്റമർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മള് വണ്ടിയിൽ സെറ്റ് ചെയ്യണ്ടേ? നല്ല കസ്റ്റമർ. എന്താ ഊബർ ഓടിക്കണ മേനു പറഞ്ഞ് എഡിറ്റ് ചെയ്യുമ്പോ നോക്കി കട്ട് ചെയ്ത് ചെയ്തു. അപ്പൊ ഞാന് ട്രീറ്റ്മെന്റ് ഒക്കെ അതിന് കണ്ണൊക്കെ എഴുതിട്ട് വന്നേക്കണം. ഞാൻ വണ്ടി ഡെലിവറി ചെയ്യാൻ വേണ്ടിട്ട് സെയിം ഡ്രസ്സാ കിട്ടത്. നമ്മള് സെയിം ഡ്രസ് ഇട്ടിട്ട് രാവിലെ മുതൽ മേനുവിന് ഞാൻ ഇത് പുതിയത് വാങ്ങിച്ചു കൊടുത്തിട്ട് ഇപ്പൊ ഒന്നും ഇട്ടരുത്. ഇത് ശരിക്കും ഞാൻ ഇടാൻ വെച്ചത് ഡെലിവറി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോ ഇടാൻ വേണ്ടി വെച്ചതാ. കണക്കൂട്ടല് തെറ്റി. ഹോസ്പിറ്റലിൽ നിന്ന് ഡെലിവറി കഴിഞ്ഞാല് തുള്ളിച്ചാടി. നമ്മള് വീഡിയോസ് കാണുപോലെ അതല്ല നോർമൽ പ്രസവം, അതല്ല കോമഡി. അത് പറയല്ലേ, ഞാനത് വേറെ വീഡിയോ ഒക്കെ വെച്ചേക്കെന്താ. അതിനിപ്പോ ഞാൻ പറഞ്ഞത് മുന്നേ. എന്നാലും കുഴപ്പമില്ല, വേറെ കോമഡി ആക്കണം. അതായത് ഹോസ്പിറ്റലിൽ നമ്മൾ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഒരു പെണ്ണ് ന്യൂസ് പേപ്പറിൽ ഓൾറെഡി വന്നാണ്. എന്താ പറയാ, ട്രെയിനിന്ന് പ്രസവിച്ചിട്ട് അഡ്മിറ്റ് ആയത് നമ്മളെ തൊട്ടപ്പുറം ഇന്ത്യക്കാരാണ്. അതേപടി ഓട്ടോറിക്ഷക്ക് വന്ന്. പക്ഷെ ഈ പെണ്ണ് കളിക്കുന്ന കാണുന്ന നിങ്ങളൊക്കെ എടുത്ത് കാട്ടിച്ചാടേണ്ടി വരും. എമർജൻസിയുടെ ലൈറ്റ് ആണ് തോന്നുന്നത്. അത് ഇത് GPS-ന്റെ ഇത് വിളിക്കാം. എന്നിട്ട് ആ പെണ്ണ് തുള്ളി കളിക്കാണ്ട് കൊതിയായിട്ടായിരുന്നു എനിക്കൊക്കെ. ഞാനൊക്കെ ഇങ്ങനെ ഇരിക്കും അങ്ങനെ ഇരിക്കും. അത് നമ്മളെ കേരളത്തിലെ പെണ്ണുള്ളവർ കാണുമ്പോ അസൂയപ്പെടും. ഓക്കെ. ഏയ് പോവാ. എന്താ പറയല്ലേ എന്നോട്? ഇങ്ങോട്ടൊക്കെ. അങ്ങനെ ഗൈസ്, നമ്മളങ്ങനെ വണ്ടിയുടെ ഡെലിവറി കഴിഞ്ഞ് അങ്ങനെ നേരെ തിരിച്ച് ഇവിടത്തേക്ക് തന്നെ എത്തി. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.